ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ അച്ചൻകോവിൽ നേരെ അച്ചൻകോവിൽ വനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരുമലക്കോവിൽ എത്താറായി. ഇപ്പോൾ 2 കിലോമീറ്ററും കൂടെ കഴിഞ്ഞാൽ തിരുമലക്കോവിലെത്തും. അപ്പം അതിനു മുമ്പ് നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ച്, അതായത് കരിക്കും വെള്ളവും കുറച്ച് മാമ്പഴമൊക്കെ മേടിച്ചിട്ട് നമ്മൾ പോയി. അപ്പോൾ തിരുമലക്കോവിൽ എത്തുന്നതിന് മുമ്പുള്ള റോഡാണിത് കേട്ടോ. അപ്പം ഒരു ഹിൽ സ്റ്റേഷനാണ്. മാന്ത്രിക കാറ്റാണ് ഇവിടെ. 300 അടി മുകളിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നു. പിന്നെ പശ്ചിമഘട്ട മലനിരകളാണ് അപ്പുറത്ത് കാണുന്നത്. നല്ല ക്ലൈമറ്റാണ് അവിടുന്ന് ഒരു തരം മാന്ത്രിക കാറ്റാണ് വീശുന്നത് കേട്ടോ. അടിപൊളി രസമാണ് കേട്ടോ ഗൈസ്. അപ്പം വണ്ടിയിൽ എത്തിക്കഴിഞ്ഞു. നമുക്ക് 2 വഴിയുണ്ട്. ഒന്ന് നടന്നും വരാം, ഒന്ന് നമുക്ക് വണ്ടിയിലും വരാം. വണ്ടിയിൽ വരുന്നതെന്ന് വെച്ചാൽ ട്രാവലറിനും കാറിനും ബൈക്കിനും ഒക്കെ സെപ്പറേറ്റ് ഫീസാണ് അവിടെ കൊടുക്കേണ്ടത്. 50 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു കാറിന് വരുന്നതിന്. പിന്നെ അതുപോലെ 2 വീലറിനും ഒക്കെ സെപ്പറേറ്റ് ഫീസാണ് കൊടുക്കേണ്ടത്. പിന്നെ അല്ലാതെ നടന്ന് വരുന്നവർക്ക് സ്റ്റെപ്പൊക്കെ കയറി വരാം. രാവിലെയോ വൈകിട്ടോ ഒക്കെ ആണെങ്കിൽ സ്റ്റെപ്പൊക്കെ കയറി വരാം, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലല്ലയോ, അതും ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ പുഷ്പ സിനിമ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനാണ് ഇതൊക്കെ, പുഷ്പ സിനിമയുടെ ലൊക്കേഷനാണ് ഇതൊക്കെ. അപ്പോൾ ഈ കുളവും ഈ ഒരു മയിലിൻ്റെ ഈ ഒരു ഇതും എല്ലാ ഈ മറ്റേ പാട്ട് സീനുണ്ടല്ലോ അതിലൊക്കെ ഇത് കാണാം. പക്ഷേ ഞാനിത് എടുത്തപ്പോഴത്തേനും കാല് പൊള്ളുന്ന വെയിലാണ് ഗൈസ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിലൊക്കെ ഭയങ്കര പാടാണ്, കാരണം തിളച്ച് പൊള്ളുമായിരുന്നു. പിന്നെ എല്ലാവരും അവിടെ ഒരു അമ്പലത്തിൽ നിന്നൊക്കെ കയറി, അമ്പലത്തിനകത്തൊന്നും ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പുറത്താണെങ്കിൽ ഓക്കെ. ഗൈസ്, ആദ്യം ഇവിടെ ആഗ്രഹം സാധിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ചെയ്യുവാണ്. ഞാൻ അത് കാണിച്ചു തരാം എന്ത് സംഭവം എന്ന്. ഗൈസ്, ഇത് കണ്ടോ അവൻ കാണിക്കുന്നേ? ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുവാടാ, ഇതുപോലെ കീറണം. ഇതുപോലെ കീറുകയാണെങ്കിൽ നിന്റെ ആഗ്രഹം നടന്നോ? സാധിക്കുമോ? ആണോ? എന്റെ ആഗ്രഹം നടക്കുമോ? അവിടെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്ത് മരത്തിൻ്റെ ചോട്ടിൽ എന്നിട്ടാണ് പോകുന്നത്. കാരണം അത്രയ്ക്കും വെയിലുമാണ്. പിന്നെ അവിടെ മുകളിൽ കുറച്ച് നേരം നിൽക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. പിന്നെ നമ്മൾ പോവാണ് തിരിച്ച്. ഞങ്ങൾ